ചിരിമണി കൊഞ്ചൽ കിലുങ്ങുന്ന പാട്ടിന്റെ പ്രിയ വിരുന്നിലേക്ക്, ആലാപന മധുര വിരുന്നിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പാട്ടഴകിന്റെ വേദിയിലേക്ക് എത്തുന്നു നമ്മുടെ ദ്രൗപതി കുട്ടി. നല്ല ഡ്രസ്. താങ്ക് യു സർ. മോളെ കാണാൻ സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു സർ. അടിപൊളി. അപ്പൊ മോളെ ഇവിടെ നമ്മുടെ റിവ്യൂ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഹലോ. മിണ്ടത്തില്ല. ശരി, ഞാനും വാശി പിടിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനും മിണ്ടുന്നില്ല. അത്ര ചോദിക്കുന്നതിന് മാത്രം ഉത്തരം എടുത്ത് ചോദിക്കണം. ഈ സുഖമല്ലേ ഭക്ഷണം കഴിച്ചു എന്നുള്ള, അല്ലാണ്ട് വേറെ എന്തെങ്കിലും മുന്നേ ചോദിച്ചു. പുതിയ സിനിമയിലും എല്ലാം അഭിനയിക്കുന്നു. എന്റെ കഴിഞ്ഞു പോയ കാലത്തെ പറ്റി ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മോളെ ഇപ്പൊ ലേറ്റസ്റ്റ് പാടി ഏതാ ഫിലിം, അതൊക്കെ ചോദിക്കും. അത് പാടിയൊരു പാട്ട്, കുടുംബസ്ത്രീയും കുഞ്ഞാടും എന്ന ജിസാറിനോട് പാടിയൊരു പാട്ട് പറഞ്ഞു. ഇപ്പൊ ലേറ്റസ്റ്റ് താൻ ആര് പാടോ എന്ന് ചോദിച്ചു. അങ്ങനെയല്ല കേട്ടോ, ആ പാട്ട് നല്ല ഹിറ്റായി. ഏകദേശം യൂട്യൂബിലൊക്കെ ഒരു 2 മില്യൺ അടുപ്പിച്ച് വ്യൂസ് ആയി. ഹരിശങ്കറും അൻവർ സാദത്തും ഞാനും കൂടെ ചേർന്ന് ആലപിച്ച ഒരു പാട്ടാണ്. താനാരാ താനി വിടാരാ താൻ ആരുവാണെന്ന് താനിക്കറിയത്തില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ പോലത്തെ ഒരു പാട്ട്. മോളെ എന്തോ ഏത് പാട്ടാ? രാവിൽ രാഗനിലാവിൽ. ഉഗ്രം പാട്ട്. നമുക്കെല്ലാം അറിയാം, ഡീറ്റെയിൽസ് പറഞ്ഞു. ലിറിക്സ് പൂവച്ചൽ ഖാദർ സാർ, മ്യൂസിക് രവീന്ദ്രൻ മാസ്റ്റർ, പടി ജാനകിയമ്മ, സിനിമ മഴനിലാവ്, വർഷം 1983. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു.
വിരലുകൾ ചേരുമ്പോൾ രാവിൽ രാഗനിലാവിൽ ഇന്നാത്മനാഥൻ വന്നെങ്കിൽ പൂക്കൾ തേനല്ലി പൂക്കൾ ഇന്നിന്റെ ദേവൻ തന്നെങ്കിൽ രാവിൽ ഉത്രാടരാവിൽ വെരി ഗുഡ് വെരി ഗുഡ്. നൈസ് നൈസ്. ദ്രവക്കുട്ടി എന്ത് സർ? നന്നായിരുന്നു മോളെ. താങ്ക് യു സർ. ഈ പാട്ടിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒറ്റ ഓട്ടം അല്ലേ? മൊത്തത്തില് നായകനും നായികയും കൂടെ ഓട്ടക്കളി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഓടിപ്പിടച്ചൊരു സംഭവത്തിന് വേണ്ടി ഡയറക്ടർ ചോദിച്ചതാണ്. അതായിരിക്കും രവീന്ദ്രൻ മാഷി. മൊത്തത്തില് കൊള്ളാം, നന്നായിരുന്നു. താങ്ക് യു സർ. പിന്നെ കുറെ സ്ഥലങ്ങളൊക്കെ ഇതെല്ലാം നോട്ട്സാണ്, എല്ലാം സ്വരമാണല്ലോ. സനിസ സനിസ നിസരി സനിസ നീപ സനിസ സനിസ സരിഗപരീസ പരിസരിസീപ സരിഗപരീ. രവീന്ദ്രൻ മാഷ്ട എല്ലാം നോട്ട്സ് കൃത്യമായിട്ട് പാടിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. അതിനകത്ത് ഇപ്പൊ രാവിൽ നിന്ന് തുടങ്ങിയത് ആ ഗാന്ധാരം കൃത്യമായിട്ട് ചേരണം. രാവിൽ രാവിൽ മോളെ ശക്തിയായിട്ട് രാവിൽ രാവിൽ ആ രാഗനിലാ രാഗ രാഗനിലാവിൽ എന്നാത്മ ഇന്നാത്മനാഥൻ വന്നെങ്കിൽ ആരീരാരീ. ഒരു നോട്ട് വ്യത്യാസം പോട്ടെ. അടുത്ത് അതുപോലെ തന്നെ കളം എഴുതിയിടാൻ അതെങ്ങനെയാണ് വരുന്നത്? വിടരും നിലവിൽ വിടരും വിടരും ആ നിലവിൽ പടവുകളേറും സരിഗപ പടരും കളമേറുമ്പോൾ കളമെഴുതേടും പനിസരി. കളമെഴുതേടുമ്പോൾ വിരലുകൾ ചേരുമ്പോൾ. അതെ, നമുക്ക് സംഭവം മനസ്സിലായോ? പാട്ടൊക്കെ പക്ഷെ ഇങ്ങനെ ഓടി പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ പിടിക്കില്ല എന്ന് വിചാരിക്കണ്ട. ഈ ഓടിച്ചിട്ട് പിടിക്കും. ഓടിച്ചിട്ട് പിടിക്കും. കളം എഴുതിയിടുമ്പോൾ അവിടെ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ എന്റെ തോന്നലായിരിക്കും. എങ്കിലും ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഈ പാട്ടിനകത്ത് എത്ര സ്പീഡാണേലും നൊട്ടേഷൻസ് കറക്റ്റ് ആവണം. ഓക്കെ, ഓക്കേ സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ കുഞ്ഞെ എനിക്ക് ആദ്യം പറയാനുള്ള പാടുന്നില്ലേ? അത് പഞ്ചമം കേക്കണ്ടേ കൊച്ചേ? ആ മോള് ചേർന്നിട്ടേ ഉണ്ടായിരുന്നില്ല മോക്ക്. അത് മനസ്സിലായോ? മനസ്സിലായല്ലേ? ഓ നോ മക്കളെ. അതുപോലെ വനിയിൽ നിന്നും ഞാനൊരു വര വരച്ചിട്ടുണ്ട്. ഒന്ന് പാടാമോ മക്കളെ? വനയിൽ നിന്നും മലരും നുള്ളി. നൈസ് നൈസ് നൈസ്. അപ്പൊ ഉണ്ട് ഐറ്റം. പിന്നെ എന്താ ഈ സമയത്ത് പാടാത്ത കൊച്ചുകൾ? വിരലുകൾ അത് ശ്രുതി ചേർന്നിട്ടില്ലായിരുന്നു മോളെ കേട്ടോ. അതൊന്ന് കൃത്യമായിട്ട് പാടാവോ? വിരലുകൾ ചേരുമ്പോൾ. ആഹാ ഇപ്പഴാ വിരൽ ചേർന്നത്. പക്ഷെ ഇങ്ങനായിരുന്നു കേട്ടോ മക്കളെ. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. അങ്ങനെ നല്ല ഒരു ചക്കരപ്പാട്ട്. എനിക്ക് കുറെ ഇഷ്ടമായി പാട്ട്. താങ്ക് യു സർ. ലവ് യു മുത്തേ. ലവ് യു ടു സർ. ഈ പാട്ട് എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. കുട്ടിക്കാലത്ത് എപ്പോഴേ ഇത് ഇഷ്ടം പോലെ കേൾക്കുമായിരുന്നു. എപ്പോഴെപ്പോഴും റേഡിയോയിലും വരുമായിരുന്നു ഈ പാട്ട്. ജാനകിയമ്മ പാടിയതിൽ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ഇവിടെ വന്ന് പാടിയതിൽ വളരെ സന്തോഷം. താങ്ക് യു. താങ്ക് യു സർ. ദ്രൗപതി കുട്ടി എന്തോ ആദ്യമേ മോച്ചേട്ടാ കലക്കി കലക്കി എന്ന് പറയണേ. കാരണം ഏതെങ്കിലും പാട്ട് ഇതുവരെ കലങ്ങിയിട്ടില്ല. അങ്ങനെ വളരെ ചുരുക്കം പാട്ടുകാരുള്ള അങ്ങനെ ഒരാളാണ്. എത്ര ടയർഡ് ആണേലും കണ്ണു വെച്ചാലെങ്കിലും ശരിയാവോ? അത് ചില ആൾക്കാര് അതൊരു ഇപ്പൊ എം ജി സാറാ ഇപ്പൊ എല്ലാരും ശരത്തേട്ടനാണെങ്കിലും അങ്ങനെ ആരെയും മാറ്റി നിർത്താൻ നമുക്കില്ല. ഫീൽ ചെയ്യില്ല. അത്ര ഗംഭീര അതിനിടയ്ക്ക് ശ്രീകുടി ചേട്ടനാണെങ്കിൽ അപ്പൊ നോക്കുമ്പോ അടുത്ത് ഞാനാണെങ്കിലും അല്ല ഞാൻ എനിക്ക് അങ്ങനെയാ. ഒരാളെ ഒരു ശകലം പോലും വിഷമിപ്പിക്കാൻ ഇവരെ പോലെ ഇത്തിരി വേദനിക്കുന്നവരെ കണ്ട് സന്തോഷിക്കാൻ എനിക്ക് പറ്റില്ല. ഇവന്റെ ഒരു പ്ലസ് ഞാൻ കണ്ടേക്കുന്നു. ഇതുവരെ അവൻ എവിടെ കിടന്നാലും അത് പറ അവൻ അപ്പ പാടും. അതിപ്പോ സ്റ്റേജിലാണെങ്കിൽ ഇവന് അറിയാവോന്ന് അറിഞ്ഞൂടാ. ഞാൻ പാടത്ത് പറഞ്ഞാൽ പാടും. ഐ ലവ് യുടാ. മോളെ
ഇനി എന്ത് പറയാൻ, അസലായി പാടി. എനിക്ക് എല്ലാവരും അസലായിട്ട് പാടുന്നതായിട്ട് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. പിന്നെ നിങ്ങളെ അങ്ങനെ ആദ്യം തൊട്ടേ ഇങ്ങനെ തേച്ച് മിനിക്ക് ഇത് സെമി ഫൈനലിൽ എത്തിച്ച് ഫൈനലിലോട്ട് നിങ്ങളെ കയറ്റുന്നതിന് മുൻപ് ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ അടുത്തുനിന്ന് കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും നല്ല ഗംഭീര ജഡ്ജസിനെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. ടോപ്പ് സിംഗർ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, വേറൊരാളും കൂടെ എനിക്ക് വളരെ വേണ്ടപ്പെട്ടതാണ്. ശ്യാം പ്രസാദിന്റെ കാര്യം പറഞ്ഞല്ലോ, ഗ്രൂമിങ്. അതുപോലെ സിന്ധു 2002 തോന്നും ഫസ്റ്റ് ചാനൽ പരിപാടി എങ്ങനെയാ എന്താന്ന് പറഞ്ഞ ക്യാമറ ഇങ്ങനെ ബ്ലിങ്കസ് ചെയ്യാന്ന് നോക്കുന്ന സമയത്ത് ഒരു കൈ എന്നെ പിടിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. വേറൊന്നും എനിക്ക് ഓർമ്മയില്ല. അത് സിന്ധുവിന്റെ ആ കോമള കരങ്ങളായിരുന്നു. അവിടെ തൊട്ട് സിന്ധു ഇതാ 2024 ടോപ്പ് സിംഗർ എന്ന പരിപാടിയുടെ ചുക്കാൻ പിടിച്ചുകൊണ്ട് എനിക്കൊരു ചുക്കുമില്ല എന്ന് പറഞ്ഞു സിന്ധു ഇതാ മുന്നോട്ട്. ദ്രൗപു, എന്താ സർ? അപ്പൊ കഴിഞ്ഞു, 2 വട്ടം കഴിഞ്ഞില്ലേ? ഇനി സന്തോഷമായി. സന്തോഷായി. നമുക്ക് നോക്കാം. മാർക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ആ. ഞാൻ മാത്രമല്ല എല്ലാരും കൂടെ ചേർന്ന്. ഓക്കെ, ഓക്കെ സർ. സോ ആദ്യ ഒരു ദ്രൗപു പൂക്കുറ്റി. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ ബൈ. പാട്ടിന്റെ വസന്ത നിറവേകിയ കൊച്ചുമിടുക്കി നമ്മുടെ നിവേദ്യ കുട്ടി എത്തുന്നു. നിവേദ്യ കുട്ടി, എന്താ സർ? നിവേദ്യ കുട്ടിയെ കാണാൻ നല്ല അഴകായിട്ടുണ്ട് അതെ, താങ്ക് യു കേട്ടോ. സർ. എന്താണ്, ഒരു മുഖപ്രസാദം ഉണ്ട്, അഴക്. ഒരു ഐശ്വര്യം ഫീൽ ചെയ്യുന്നുണ്ട്. അതെ. താങ്ക് യു സർ. അത് പാട്ടിലും കാണട്ടെ എന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആശംസിക്കുന്നു. ഏത് പാട്ടാ നമ്മള് പാടുന്നേ? ഞാനിന്ന് കൈക്കൊടുന്ന നിലാവ് എന്ന മൂവിയിലെ ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ വരികൾക്ക് കൈതപ്രം സാർ മ്യൂസിക് നൽകി ചിത്രാമ്മ പാടിയ കാവേരി തീരത്തെ കളമെഴുതും മുറ്റത്തെ. ഞാൻ പെട്ടെന്ന് കൈക്കുടന്ന നിലാവെന്ന് ഞാനും അതാ കേട്ടപ്പോ പെട്ടെന്നിങ്ങനെ ആ പാട്ടാന്ന് കൈക്കുടന്ന നിറയെ തിരുമധുരം, ആ ഉഗ്രം പാട്ടാ അത്. ആ, ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ് നിവേദ്യ കുട്ടി. താങ്ക് യു സർ. അധരം മധുരം വചനം മധുരം മധുരാധിപതിരഖിലം മധുരം. അധരം മധുരം വചനം മധുരം മധുരാധിപതിരഖിലം മധുരം. കാവേരി തീരത്തെ കളമെഴുതും മുറ്റത്തെ കല്യാണി തൈ മുല്ലേ കറുകപ്പൂ പാടത്തെ കുറുവാലി പൈക്കളെ കസ്തൂരിമാൻ കുരുന്നേ കാണാൻ ചേലുള്ള കണ്ണിൽ മൈയുള്ള കണ്ണ
നീയൊരു മിന്നായം കണ്ടായോ, നീയൊരു കിന്നാരം കേട്ടായോ, നീയൊരു മിന്നായം കണ്ടായോ, നീയൊരു കിന്നാരം കേട്ടായോ. മധുരാധിപതേരഖിലം മധുരം. ആഹാ മക്കളെ എന്താ സർ? തകർത്തല്ലോ. താങ്ക് യു സർ. നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. മോളുടെ ബുദ്ധിമുട്ട് എനിക്കറിയാം. ഒരു വരി പൂർണ്ണമായിട്ട് ഫുള്ളായിട്ട് പാടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ചെറിയ കട്ട് പീസുകളായിട്ട് പാടുന്നു. എങ്കിലും കൃത്യമാണ് പാടുന്നത്. താങ്ക് യു സർ. കട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ശ്വാസം കിട്ടുന്നില്ല. അത് മാത്രമേ എനിക്ക് ഇതിനകത്ത് തോന്നിയുള്ളൂ. കാരണം കല്യാണി തൈമുല്ല എന്ന് പറയുന്ന സംഗതിയൊക്കെ ഉണ്ട്. ആനന്ദഭൈരവിയാണ് മൊത്തം. പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മോള് പാടി താങ്ക് യു സർ. നല്ല അഴകായിരുന്നു. താങ്ക് യു കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ആനന്ദഭൈരവി എന്ന് പറഞ്ഞ ഈ പാട്ടിപ്പോൾ കേട്ടപ്പോഴത്തേക്ക് ഓണം അടുത്ത് വരുന്ന ഒരു പ്രതീതിയായി പാട്ട് കേട്ടപ്പോൾ. ഓണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ബാക്കിലോട്ട് ഒരുപാട് പോയി. കാരണം കുട്ടിക്കാലത്തെ ഓണം എന്ന് പറയുന്നത് അത് വേറൊരു ടൈപ്പായിരുന്നു. പൂക്കൾ ബാക്കിയതെല്ലാം വെക്കുകയും കൂട്ടുകാരും എന്ന് വേണ്ട തമ്മി തല്ലും ആട്ടിയും ബഹളവും. പിന്നെ ഈ പൂ പറിക്കാൻ പോയിട്ട് വിരലിടുമ്പോഴത്തേക്കും മറ്റേ കടന്തല് ഓടിച്ചിട്ട് കുത്തി പറിച്ച്. അല്ല പൂ പറിച്ചോണ്ട് വന്നപ്പോ വിരലിടാൻ നിൽക്കുന്ന എന്തിനാ? അല്ല നമ്മൾ പൂ ഇങ്ങനെ പറിക്കും. മഞ്ഞ പൂവുണ്ട്, അല്ലല്ല, കോളാമ്പി പോലെ മഞ്ഞുണ്ട്. അതിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ചിലപ്പം ഈ തേൻ കുടിക്കാനുള്ള പാവങ്ങൾ വന്നിരിക്കുമായിരിക്കും. അവർക്ക് ദേഷ്യം വന്നിട്ട് അതിന്റെ കൊണ്ട് കൈ ഇട്ടാൽ പിന്നെ അതിൽ നീര് വരിക. ഉടനെ പിന്നെ മഞ്ഞളും ഉപ്പും വയ്ക്കുക. ബെസ്റ്റാണ്. അന്നവർക്ക് അത് കാപ്പിപ്പൊടി മഞ്ഞളും ഉപ്പൊക്കെ ഉള്ളു. പിന്നെ ഓണപ്പാട്ടുകൾ KMG മ്യൂസിക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം എനിക്കൊരു കമ്പനി ഉണ്ടായിരുന്നു, ഓഡിയോ. അതിൻ്റെ ആദ്യത്തെ ഇത് തന്നെ ഓണപ്പാട്ട് തങ്ക നിലാവ്, പിന്നെ തങ്കത്തോണി, അങ്ങനെ തങ്ക വെച്ചിട്ടായിരുന്നു എല്ലാം തുടങ്ങി. എല്ലാ പാട്ടുകളും. ആട് പൊന്മയിലേ എന്നൊക്കെ ഒരു പാട്ടുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ അത്? ആടു പൊന്മയിലേ, കേട്ടിട്ടുണ്ട്. ആടു പൊന്മയിലേ മനസ്സിന്റെ താഴ്വരയിൽ. ഇത് നമ്മുടെ സാന്റാ സിസിലി സ്റ്റുഡിയോയിലെടുത്ത് നമ്മുടെ ജെർസപ്പനായിരുന്നു അതിനെ അസിസ്റ്റ് ചെയ്തത്. അങ്ങനെ ഓണം ഇങ്ങനെ വന്ന് ഇപ്പൊ CD ഇല്ല. അന്ന് കാസറ്റ്, പിന്നെ അത് കഴിഞ്ഞ് CD, ഇപ്പൊ CD ഇല്ല, കാസറ്റും ഇല്ല, പിന്നെ പെൻഡ്രൈവ്. അത് ഇപ്പൊ എല്ലാം പോയി. ഇപ്പം എന്താണ്, CD വിൽക്കുന്ന കടകളൊക്കെ ബേക്കറിയായി, പിന്നെ മൊബൈൽ ഷോപ്പായി. കാലം മാറി, കഥ മാറി. സദ്യയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴേ നമുക്ക് മെസ്സേജ് വരും. 150 രൂപയ്ക്ക് 250 കൂട്ടം ഐറ്റം 150 രൂപയ്ക്ക്. എന്തായാലും അഡ്വാൻസ് ഹാപ്പി ഓണം മോളെ. താങ്ക് യു സർ. മക്കളെ ചക്കരെ എന്താ സർ? ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു സർ. മക്കൾക്ക് ആകെ എഴുതിയേക്കുന്ന ഒരു ശ്വാസം എന്നാണ് ഞാൻ എഴുതി വെച്ചത്. എല്ലാം മനോഹരമായിട്ട് പാടി. അപ്പൊ എനിക്ക് പ്രധാനമായിട്ട് ആ നീല യമുനെ ഒന്ന് പാടാമോ? നീലയമുനേ ആ. നിന്റെ ഓക്കേ. നെഞ്ചിൽ. ആഹാ ആഹാ ലവ് യു മുത്തേ. പിന്നെ ആ ചരണത്തിൽ ചില ബൃഹാ പാടിയല്ലോ മോള്. ബ്യൂട്ടിഫുൾ. അതെ ഉഗ്രനായിരുന്നു. Thank you, sir. അസാധ്യമായിരുന്നു മോളെ. താങ്ക് യു സർ. കിടുങ്ങിപ്പോയത് കേട്ട്, സത്യം പറഞ്ഞു കേട്ടോ. ലവ് യു മുത്തേ. ലവ് യു ടു സർ. നിവേദ്യക്കുട്ടി എന്താ സർ? ഉഗ്രനായിരുന്നു. നന്നായിട്ട് പാടി. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു സർ. വോയിസ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ താങ്ക് യു സർ. കേട്ടോ. നിവേദിക്കുട്ടി, എന്താ മാം? ഉഗ്രം പാട്ട്. നേരത്തെ ഈ പറഞ്ഞ പോലെ ഈ രാഗത്തിന്റെ സുഖമാണെന്ന് തോന്നി. ഈ പറഞ്ഞ നമുക്ക് പറഞ്ഞ പോലെ ഒരു തിരുവാതിരകളിയുടെയും കൈകുട്ടിക്കളിയുടെയും ഒരു ഓണം ടൈം, ഇതെല്ലാം കൂടെ പിന്നെ മോളുടെ ആ പട്ട് പാവാടയും ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും ആ കശവ് സാരിയും ഇതെല്ലാം കൂടെ അങ്ങ് ഇറക്കണം ഇനി ഓണം സമയത്ത്. ശരിയാണ്, നമുക്ക് ഇപ്രാവശ്യത്തെ ഓണം എന്ന് പറയുന്നത് അത്ര ഭയങ്കര ഗംഭീരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല. എന്നാൽ നമ്മുടെ സർക്കാർ പരിപാടികളെല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ്. എന്നാലും തെറ്റില്ലാത്ത രീതിയിൽ ആരുടെയും അന്നം മുടങ്ങാത്ത രീതി, അല്ലെങ്കിൽ അവനവൻ്റെ വീട്ടിൽ ഓണം ആഘോഷിച്ച് പോകും അല്ലേ എല്ലാവരും. അവനവൻ്റെ ഒരു വർഷത്തിൽ ഒന്നുള്ള ഒരു ഓണമാണ്. ചക്കരെ നല്ല പാട്ട്. ഈ പാട്ട് ആനന്ദഭൈരവിയിൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ആറാട്ടിനും പിന്നെ വാൽക്കണ്ണെഴുതിയുടെ കൂട്ടത്തിൽ ഈ പാട്ടും കൂടെ എനിക്ക് ആഡ് ചെയ്യാൻ തോന്നി. ഇനി ഈ പാട്ട് ഞാൻ മറക്കത്തില്ല. ഉഗ്രം പാട്ട് എൻ്റെ മനസ്സിൽ. ഇതും കൂടി ആയി, ഒരു ലിസ്റ്റിൽ ഒരു പാട്ടും കൂടി ആഡ് ചെയ്യും ഈ രാഗത്തിൽ കേട്ടോ. അതിന് മോക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. സൂപ്പർ. താങ്ക് യു. അപ്പൊ നിവേദ്യക്കുട്ടി, എന്താ സർ? അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ആദ്യം ഒരു നിവേദ്യ പൂക്കുറ്റി. താങ്ക് യു സർ. പാട്ടിന്റെ
ചേലുമായി മനസ്സ് കവർന്ന കുട്ടിപ്പാട്ടുകാരുടെ സ്നേഹവേദിയിലേക്ക് പട്ടാമ്പിക്കാരി കൃഷ്ണ എത്തുന്നു. ഹലോ ഹലോ ഹായ് കൃഷ്ണ. മക്കളെ, ഹായ് മഞ്ഞക്കിളി. എന്ത് സാർ? എന്തെങ്കിലും വിശേഷം ഉണ്ടോ? സുഖം മാത്രമേ ഉള്ളൂ? ആ. അതാ നന്നായി. അപ്പൊ ഏത് പാട്ടാ പാടുന്നത്? അതെ, ഞാനിന്ന് വരുമല്ലോ രാവിൽ പ്രിയതമൻ എന്ന് പറഞ്ഞു. പറഞ്ഞോണ്ട് അങ്ങനെ ഒരു പാട്ടുണ്ടോ? വരുമല്ലോ രാവിൽ രാവിൽ പ്രിയതമനീ പറഞ്ഞോണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ വരുമല്ലോ രാവിൽ പ്രിയതമൻ എന്റെ എന്ന് കുഞ്ഞെ, നീ പറഞ്ഞ പറഞ്ഞത് പാട്ടാണ്. അങ്ങനെ ഉള്ള ഒരു പാട്ടാണ്. തിരിഞ്ഞു പോയി. പറഞ്ഞോണ്ട്. ഏത് സിനിമയാ? കണ്ണൂർ ഡീലക്സ്. കണ്ണാടി. കണ്ണൂർ ടീ. കണ്ണൂർ ആ ഡീലക്സ്. കണ്ണൂർ ഡീലക്സ്. എന്നാ ബാക്കിയെല്ലാം പോരട്ടെ. മ്യൂസിക് അറിയാം. ലിറിക്സ് ശ്രീകുമാരൻ തമ്പി സാർ, ഓക്കേ. മ്യൂസിക് ദക്ഷിണാമൂർത്തി സാർ, ആഹാ. പാടിയത് ജാനകി അമ്മ. ഓഹോ. വർഷം 1969. ഈ പടം ഞാനൊരു 4-5 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പടം. അന്ന് ഡീലക്സ് അല്ലേ ആദ്യമായിട്ട് കേരളത്തിൽ വരുന്ന സമയമാണ് ആ വർഷം. ഡീലക്സ് എക്സ്പ്രസ് അതെന്ന് പറഞ്ഞാൽ ഈ ബസ്സിലെ രാജാവാണ്. ഇവിടുന്ന് കണ്ണൂർ വരെയുള്ളൂ. ട്രിവാൻഡ്രം കണ്ണൂരാണ്. സ്റ്റോപ്പ് കുറവാണ്. ആ സ്റ്റോപ്പ് കുറവാണ്. കൊല്ലം, അത് കഴിഞ്ഞാൽ പിന്നെ എറണാകുളം, അങ്ങനത്തെ ഒരു അടിച്ചങ്ങ് പോകും. ഇപ്പൊ ഡീലക്സ് ബസ്സിനകത്തൊക്കെ കേറി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ക്രെഡിറ്റ്. ഇന്ന് ടിക്കറ്റ് ഒക്കെ ഇവിടെ ഒട്ടിച്ചോണ്ടൊക്കെ നടക്കും. ഇന്ന് വന്ദേ ഭാരതി കയറി എന്ന് പറയുന്ന പോലെ. ഓക്കെ, നടക്കട്ടെ. അപ്പം തകർക്ക്. ഓൾ ദി ബെസ്റ്റ് താങ്ക് യു കൃഷ്ണക്കുട്ടി. സാർ. വരുമല്ലോ രാവിൽ പ്രിയതമൻ, സഖി വരുമല്ലോ രാവിൽ പ്രിയതമൻ, വരുമരികിൽ ദാഹമായി മനസ്സിന്റെ മധുരിത മണിയറ മലരമ്പനെ മാടി വിളിക്കും, മാടി വിളിക്കും.
വെരി ഗുഡ് 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 മോളെ ഗുഡ്. കൃഷ്ണ എന്ത് സാർ? നന്നായിട്ട് പാടി കേട്ടോ, താങ്ക് യു സാർ. നല്ല രസമായിട്ട് പാടി. പിന്നെ ഒരൊറ്റ പ്ലേസ്, അതായത് വരുമല്ലോ എന്ന് തുടങ്ങുന്നില്ലേ, അത് കൃത്യമായിട്ട് വന്നത് പോകെയാണ് വന്നത്. ലാസ്റ്റിലൊക്കെ പാടിയപ്പോഴത്തേക്ക് പെർഫെക്റ്റ് ആയിരുന്നു. ആ വരുമല്ലോ തുടക്കം ഉള്ള പല്ലവിയും പിന്നെ അനുപല്ലവി കഴിഞ്ഞു വരുന്ന പോർഷനും കുറച്ച് വരുമല്ലോ ആ പോർഷൻ പിന്നെ 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 വളരെ അസലായിട്ട് പാടാൻ സാധിച്ചു കേട്ടോ. പിന്നെ അകാരം, അതാണ് ഇതിനകത്ത് ഈ പാട്ടിൽ വേറൊരു എനിക്കൊരു സ്ഥലവും എനിക്ക് വേറൊന്നും തോന്നിയില്ല. അകാരമാണ് മോക്ക് പോയെന്ന് വെച്ചാൽ എന്തോ സ്ലിപ്പായിപ്പോയി. പഠിച്ചല്ലേ, നന്നായിട്ട് പഠിച്ചിരുന്നു. എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി. വെരി ഗുഡ് 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 മുത്തേ. നൈസ്. കാരണം അത്ര എളുപ്പത്തിൽ അങ്ങോട്ടങ്ങ് അത് എടുത്തു വെച്ച് കളിക്കാൻ പറ്റില്ല. കാരണം വലിയ പ്രയാസമാണ്. ഒന്നുകിൽ ആ ഓഫ് നോട്ട് ഇടയ്ക്കുള്ള പോവും, ഇല്ലെങ്കിൽ ലാസ്റ്റിൽ എൻഡിങ് ഒരു സംഗതി ഉണ്ടല്ലോ, അത് ശ്വാസം കിട്ടത്തില്ല. പക്ഷെ മോള് നന്നായിട്ട് പാടി, നന്നായിരുന്നു. ഇപ്പൊ ഒരു ഫിനാലയുടെ ഒരു മണം വരുന്നു എനിക്ക്. മോളെ സൂപ്പർ, നല്ല പാട്ട്, ഉഗ്രമായിട്ട് പാടി. മോളെ ഈ വരുമല്ലോ എന്നുള്ളത് കൃത്യമായിട്ട് സ്കാൻ ചെയ്തില്ലേ കുഞ്ഞ്? എന്നിട്ട് പിന്നെന്താ അങ്ങനെ ഇരുന്നത്? അങ്ങനെ കൂടിപ്പോരുത് മോളെ. വെരി ഗുഡ് വെരി ഗുഡ്. പാടണ്ടേ? അല്ല ലാസ്റ്റിലെല്ലാം പാടി. അതാണ് പ്രധാനമായിട്ട് പോയിട്ട് കൊണ്ടിരുന്ന മോക്ക്. കാരണം ഒരു എന്താ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും. അപ്പൊ ആ വരുമല്ലോ അങ്ങോട്ട് മാണി പോലെ അങ്ങോട്ട് ഇരുന്നാൽ എന്ത് രസമായിരിക്കും മക്കളെ. അതുപോലെ എനിക്ക് മദന പുഷ്പം ഒന്ന് പാടി. അവിടെ ഒരു ക്രോമാറ്റിക് കേട്ടു, എന്താണ് അത് പാടിയെന്നൊരു പിടിയില്ല. ഇപ്പൊ ഓക്കെ, നൗ ഐ ആം ഹാപ്പി വിത്ത് മദന പുഷ്പം. ഓക്കെ, ഇതിങ്ങനെയുള്ള ഡൗട്ടുകൾ വരാതിരിക്കും. നല്ല പാട്ടുകാരിയാ കുഞ്ഞ്, അതിലൊരു ഡൗട്ട് വരും. ഐ ലവ് യു. ലവ് യു ടു സർ. കൃഷ്ണക്കുട്ടി എന്താ സാർ? സൂപ്പറായിട്ട് പാടി. താങ്ക് യു സാർ. പ്രശ്നങ്ങളൊക്കെ അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വരുമല്ലോ, ഇത് ഹമ്മിങ്, ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാനായിട്ട് പല ഭാഗങ്ങളും കേട്ടോ. കൊള്ളാം. ഇന്നത്തെ ഡ്രസ്സും തലയിൽ വെച്ചേക്കണ സംഭവമൊക്കെ കൊള്ളാട്ടോ. കാര്യം ആ താങ്ക് യു സാർ കേട്ടപ്പോഴാണ് എനിക്ക് ഇന്നലെ വന്ന ആളാന്ന് എനിക്കിപ്പോ മനസ്സിലായി. കാരണം ഓരോ ഗെറ്റപ്പിലാണല്ലോ ഓരോ പാട്ടിന് വേണ്ടി വരുന്നത്. ഓ എന്ത് രസമായിട്ട് ഒരുക്കിയേക്കുന്നത്. താരം ഒരുക്കിയേക്കുന്ന ഇങ്ങനെ മേക്കപ്പ് റൂമിൽ ഇരുന്നപ്പോ തന്നെ ഇങ്ങനെ ഒരുങ്ങിപ്പോയി അല്ലേ? നല്ല പാട്ട്. ഈ പാട്ട് പണ്ടേ നമുക്കറിയാം, പക്ഷെ എപ്പോഴും രണ്ടുപേരും വെച്ചാണെങ്കിൽ എല്ലാവരും മോള് നടക്കുന്നത്. പക്ഷെ ഈ പാട്ടിനോടുള്ള ഇഷ്ടം ഒന്നും കൂടെ കൂട്ടി മോള് കാരണം കേട്ടോ. നമ്മുടെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ ഇത് ആഡ് ചെയ്യാൻ തോന്നുന്ന രീതിയിൽ നല്ല രസമായിട്ട് നമുക്ക് മോള് ഒന്നും കൂടെ ഫീൽ ചെയ്യിപ്പിച്ചു കേട്ടോ. സൂപ്പർ. കാലുക്കി. അപ്പൊ ഫൈനലിലോട്ട് എങ്ങനെയാണ് കേറുന്നുണ്ടോ? കേറാനുള്ള പ്രിപ്പറേഷൻസ് എങ്ങനെയൊക്കെയാണ്? മൂടുണ്ടോന്നാ ചോദിച്ചത്. ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ? എങ്ങനെയുണ്ട് പാടിയിട്ട്? രണ്ട് പാട്ടും നേരത്തെ പാടിയ ഏത് പാട്ടാ? ഇന്നലെ സന്ധ്യക്ക് പാടിയില്ലായിരുന്നു. ആ പാട്ടും മോള് നന്നായിട്ട് പാടി, ഇതും നന്നായിട്ട് പാടി. അപ്പം ഒരു പ്രതീക്ഷ ഉണ്ട്. എന്നാലും നോക്കാം. ഓക്കെ, ആദ്യ ഒരു കൃഷ്ണപ്പൂക്കുറ്റി.
ഇതുവഴി പോയിടും ഋതു പലതെന്നാലും ഇതുവഴി പോയിടും ഋതു പലതെന്നാലും മാനസമാകെ നമ്മൾ നീയും വസന്തം മായരുതെങ്ങും 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 പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ പനിമതിതൻ പുഴയൊഴുകും വഴിയരികിൽ തൂ മുകിലുകളാം കിളികളുമായി കഥ പറയാൻ ചുവടുകളൊന്നാകും പ്രിയതര സഞ്ചാരം ചുവടുകളൊന്നാകും പ്രിയതര സഞ്ചാരം ഈ വഴി നീളെ താഴം പൂക്കൾ ചേലോടെ തൂകുവതാരോ പാലൊളി പോലെ തൂകുവതാരോ പാലൊളി പോലെ പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ വന്നു നാം രണ്ടാളും ഇരുവഴി ഇവിടെ വരെ പോരണം നീ കൂടെ ഇനിയൊഴുകാം ഒരു വഴി പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ അങ്ങനെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇവിടെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർ വളരെ ആകാംക്ഷമായി കാത്തിരിക്കുന്ന മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെ ഇപ്പോൾ ഇവിടെ സെപ്റ്റംബർ 15 നമ്മുടെ കൺമുന്നിൽ വരാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.